ഈ സംസ്ഥാന സെക്രട്ടറി ആ സ്ഥാനത്ത് നിന്ന് മാറിയാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? MV ഗോവിന്ദൻ മാറണമെന്നുള്ള മുറവിളിയാണ് ഇപ്പോൾ ഉയരുന്നത്. അത് മാറിയാൽ എന്തെങ്കിലും മാറ്റം സാധ്യതയുണ്ടോ? ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. കാരണം പഴയ പാർട്ടിയല്ല ഇന്നത്തെ പാർട്ടി. പഴയ പാർട്ടി ഉൾപാർട്ടി ജനാധിപത്യത്തിനും ജനാധിപത്യ കേന്ദ്രീകരണത്തിനും രണ്ടിനും പ്രാമുഖ്യം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂട്ടായ നേതൃത്വമാണ്, കലക്റ്റീവ് ലീഡർഷിപ്പാണ്. ഇന്ന് ഒരാൾ പറയുകയും അത് മറ്റുള്ളവർ റാൻ മൂളി അംഗീകരിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഒരടിമ സ്വഭാവത്തിലേക്ക് കേരളത്തിലെ പാർട്ടി മാറിയിരിക്കുന്നു എന്നതാണ് ഇപ്പോഴുള്ള ഒരവസ്ഥ. അതുകൊണ്ട് സെക്രട്ടറി മാറിയതുകൊണ്ട് മാത്രം കേരളത്തിലെ CPM രക്ഷപ്പെടാൻ പോകുന്നില്ല. സെക്രട്ടറി അല്ല അപകടം. ഇന്ന് കേരളത്തിലെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ആര്? ഈ അഭിപ്രായങ്ങളെ ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ട് മറ്റുള്ളവർ സന്നദ്ധമാകുന്നില്ല എന്നതിനെക്കുറിച്ചെല്ലാം വിശദമായി ചർച്ച ചെയ്യുമ്പോൾ ഒരു സെക്രട്ടറിയിൽ മാത്രം കേന്ദ്രീകരിച്ച് അല്ല ഈ കാര്യങ്ങളെല്ലാം പോകുന്നത്. അതുകൊണ്ട് സെക്രട്ടറി മാറിയതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. പാർട്ടിക്കകത്ത് ശരിയായ നിലയിൽ തുറന്നു പറച്ചിലും ചർച്ചയും ആവശ്യമാണ്. ആ ചർച്ചയിൽ ഉയർന്നു വരുന്ന ശരിയായ അഭിപ്രായങ്ങൾക്കനുസരിച്ചുള്ള തീരുമാനം ആണുണ്ടാകേണ്ടത്. ഇതൊരാൾ പ്രഖ്യാപിക്കുകയും അത് തീരുമാനമായി അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കേരളത്തിലെ പാർട്ടി മാറിയിരിക്കുന്നു എന്ന ബോധ്യമാണ് എനിക്കുള്ളത്. ഈ പയ്യന്നൂരിലെ ഫണ്ട് വിവാദമാണല്ലോ വലിയ ചർച്ചയിലേക്ക് വന്നത്. ഇനിയിപ്പോൾ തെറ്റുതിരുത്തലൊക്കെ വരുമ്പോൾ വീണ്ടും ആ ഫണ്ട് വിവാദം അത് ചർച്ച ചെയ്തൊരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് നമുക്ക് കുഞ്ഞുകൃഷ്ണൻ പറഞ്ഞതാണ് ശരി എന്ന് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞല്ലോ. ഇതിൽ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക എന്നത് ഒരു സാമാന്യ നീതിയാണ്. അപ്പം അത് അവരെ ശിക്ഷിക്കപ്പെടാതെ അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചാൽ പിന്നെ എന്ത് തെറ്റ് തിരുത്താനാണ്? അപ്പോൾ ആ നിലയിലുള്ള സമീപനം CPM നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുത്താൻ തയ്യാറാകുന്ന പാർട്ടി ആയിരുന്നു. അങ്ങനെ തയ്യാറാകേണ്ടുന്ന പാർട്ടിയാണ്. പക്ഷേ കുറച്ച് കാലമായി അതുണ്ടാകുന്നില്ല എന്നതാണ് ഈയൊരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ. കാരണം ഇതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കാണാൻ സാധിക്കാത്ത പ്രവണതകളല്ല ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇതിനു മുമ്പ് ഇങ്ങനെ കൂട്ടമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ആ പാർട്ടിക്കെതിരെ മത്സരരംഗത്തേക്ക് വരുന്ന ഒരു കാഴ്ച ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ G. സുധാകരൻ, അതുപോലെ തന്നെ TK ഗോവിന്ദൻ മാഷ്, അതുപോലുള്ള നിരവധി ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി തീരുമാനത്തിനെതിരായി പരസ്യമായി രംഗത്ത് വന്ന് മത്സരിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് കൂടാനാണ് പോകുന്നത്. ഇത് കൂടിക്കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് പാർട്ടി എത്തിച്ചേരും. അത് ബംഗാളിൻ്റെ അവസ്ഥയിലേക്ക് ഈ പാർട്ടി എത്തിക്കാനിടയാക്കും എന്ന് ഞാൻ എൻ്റെ പുസ്തകത്തിൽ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തിരുത്താൻ CPM തയ്യാറായാൽ അത്രത്തോളം നല്ലത്. പയ്യന്നൂരിലെ CPM നേതാക്കളുടെ കുറേ ഫോട്ടോകൾ വെച്ച് ഒരു സൈബർ പ്രചരണം നടക്കുന്നുണ്ട്. ഏരിയ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഒറ്റുകാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. V. കുഞ്ഞികൃഷ്ണനെ സഹായിച്ച ഒറ്റുകാർ ഇവരാണ്, ഇവരെ ഇവർക്ക് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഇവരെന്നെ സഹായിച്ചതിന് ഒരു തെളിവും അവർക്ക് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം എന്നെ സഹായിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു പോസ്റ്റർ അവരിറക്കാൻ കാരണമായി ഞാൻ കാണുന്നത് ഈ ഫണ്ട് വിവാദം നടന്നപ്പോൾ ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾക്ക് അനുകൂലമായിരുന്നു ഇവരെല്ലാവരും. ഞാൻ ഈ ഫണ്ട് വിവാദം ഉയർത്തിക്കൊണ്ടുവന്ന ഘട്ടത്തിൽ ഞാൻ ഉന്നയിച്ച വിഷയത്തോടൊപ്പമായിരുന്നു ഈ പറയുന്ന നേതാക്കൾ ഉൾപ്പെടെ ഒട്ടേറെ ആളുകൾ. ഇവർ മാത്രമൊന്നുമല്ല. അവർക്കിപ്പോൾ വിരോധം തോന്നുന്ന കുറേ ആളുകളുടെ ചിത്രം കൊടുത്ത് അവരെ ജനങ്ങൾക്കിടയിൽ ഒറ്റുകാരായി ചിത്രീകരിക്കാൻ വളരെ ബോധപൂർവമായ ശ്രമമാണ്. ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം. അത് പയ്യന്നൂർ ഡയറി എന്ന് പറയുന്ന ഒരു പേജിൽ വന്നതായിട്ടാണ് ഇപ്പോൾ നിങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്.
പയ്യന്നൂർ ഡയറി എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് നേരത്തെ ഉള്ളതാണ്. അതൊരു ഫേക്ക് ഐഡിയ. ആരാണ് അതിൻ്റെ പിന്നിലെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എനിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച ഒരു ഐഡിയ ആണ് ഈ പയ്യന്നൂർ ഡയറി എന്ന് പറയുന്നത്. ഞങ്ങളിതെങ്ങനെ വന്നു എന്ന് പരിശോധിച്ചു. യഥാർത്ഥത്തിൽ ഈ പോസ്റ്റർ പ്രചരിച്ചത് പയ്യന്നൂർ ഡയറിയിലല്ല. ജോൺസൺ നിക്കോൾസൺ എന്ന പേരിലുള്ള മറ്റൊരു ഫേക്ക് ഐ ഡി, ജോൺസൺ ആൻഡ് നിക്കോൾസൺ എന്ന് പറയുന്ന മറ്റൊരു ഫേക്ക് ഐ ഡി, ആ ഫേക്ക് ഐ ഡി ഈ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പ്രവർത്തിച്ച ഒരു ഐ ഡിയാണ്. ആ ഐ ഡിയിൽ നിന്നാണ് ഈ പോസ്റ്റർ രൂപപ്പെട്ടു വന്നത് എന്ന് ഇതിനകം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു ഫേക്ക് ഐ ഡിയിൽ നിന്ന് അവർ തന്നെ ഇതുണ്ടാക്കി പ്രചരിപ്പിച്ച് ഇത് ഞങ്ങളാണ് അല്ലെങ്കിൽ എന്നെ പിന്തുണക്കുന്നവരാണ് പ്രചരിപ്പിച്ചത് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും വിലപ്പോകാൻ പോകുന്നില്ല. ഇതിൻ്റെ കൃത്യമായ പരിശോധനയും കണ്ടെത്തലും ഞങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഫേക്ക് ഐ ഡി ആരുടേതാണ് എന്താണ് എന്ന് ഇതുവരെ അത് ഇതിൻ്റെ സൈബർ വിഭാഗത്തിന് പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലല്ലോ. അതാണ് അവസ്ഥ. ഇന്ന് TK ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു ദുരവസ്ഥ ഈ പാർട്ടിക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്നാണ്. അങ്ങനെ കരുതുന്നുണ്ടോ? കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ? അത് ഗോവിന്ദൻ മാസ്റ്ററുടെ അഭിപ്രായം, അതിനെ ഞാൻ തള്ളുന്നില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വ്യക്തിയിൽ ഒതുങ്ങി മുന്നോട്ട് പോകുന്നതല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഒരു വ്യക്തിയുടെ നിലപാടിനനുസരിച്ച് പോകേണ്ടതല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അതിൻ്റെ കമ്മിറ്റികൾ കൂട്ടായി ചർച്ച ചെയ്ത് അതിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ശരിയായ നിലപാടുകൾക്കനുസരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുമതല. ആ നിലയിൽ ഇന്ന് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ഒരു നേതാവിൻ്റെ പ്രഭാവ വലയത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ പിണറായി വിജയൻ പിന്നിലായപ്പോൾ, വോട്ടെടുപ്പ് പിന്നിലായപ്പോൾ സങ്കടം ഉണ്ടായിരുന്നു? ഞാൻ ഈ കൗണ്ടിങ് സ്റ്റേഷനകത്തായതുകൊണ്ട് ഈ വിവരങ്ങളൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. പുറത്ത് വന്നപ്പോഴാണ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അന്നേരം സങ്കടം ഉണ്ടാകേണ്ട ഒരു കാര്യമില്ലല്ലോ. ഇല്ല, അറിഞ്ഞിരുന്നു. അത് സാങ്കല്പികമായ ചോദ്യം. സാങ്കല്പികമായ ചോദ്യത്തിന് സാധാരണഗതിയിൽ മറുപടി പറയേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി ആരാകണമെന്നാണ് ആഗ്രഹം? മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയാണ്. UDF ആണ്. UDFന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ് മുഖ്യമന്ത്രി ആരാകണം എന്നത്. ആ പാർട്ടി ആ കാര്യം ശരിയായ നിലയിൽ ചർച്ച ചെയ്ത് മുഖ്യമന്ത്രിയെ യഥാസമയം തീരുമാനിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനു മുമ്പ് പല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കാലത്തെല്ലാം തർക്കങ്ങൾ അവസാനിപ്പിച്ച് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും എല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കൊരു കാര്യം കാണാൻ സാധിക്കും. സാധാരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തർക്കങ്ങൾ കോൺഗ്രസിനകത്ത് ഉയർന്നു വരാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തർക്കങ്ങളൊന്നും കോൺഗ്രസിനകത്ത് ഉയർന്നു വന്നിരുന്നില്ല എന്നതുകൂടി നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ആരാകണം എന്നത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ്. അവർ യഥാസമയം ആ കാര്യം സംബന്ധിച്ച് തീരുമാനമെടുക്കും എന്ന വിശ്വാസം എനിക്കുണ്ട്.